കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മനോഹരമായ നല്ല രാത്രി വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ സ്നേഹിതർക്കും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ഇന്നു രാത്രിയിൽ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച ചില ആത്മീക ദൂതുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലെ വേദചിന്തയ്ക്കായി ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുമ്പാകെയായിരിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വളരെ ആധികാരികമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി വായിക്കപ്പെട്ടത്. എബ്രായ ലേഖനത്തിൻ്റെ ചരിത്ര ഭാഗത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. നമുക്കറിയാം 40-ൽ പരം എഴുത്തുകാരാൽ 1600 വർഷങ്ങൾ കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എഴുതപ്പെട്ട ഒരു മകൾ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഓരോ അധ്യായങ്ങൾ, ഓരോ പുസ്തകങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസികമാകയാൽ അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം അടങ്ങിയതാണ് ഓരോ വേദവാക്യങ്ങളും.
അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസികമാകയാൽ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ശ്വാസം അടങ്ങിയ അല്ലെങ്കിൽ ദൈവശാസികമാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. അത് ദൈവം പറഞ്ഞതാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് എഴുതുവാൻ ഉപയോഗിച്ച 8 വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയും. 8 വ്യക്തികൾ. മത്തായി സുവിശേഷം എഴുതിയത് മത്തായിയാണ്. മർക്കോസിന് സുവിശേഷം എഴുതിയത് മർക്കോസാണ്. ലൂക്കോസിന് സുവിശേഷം എഴുതിയത് ലൂക്കോസാണ്. യോഹന്നാൻ എഴുതിയത് യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 ലേഖനങ്ങൾ, ഭാവികാല പുസ്തകമായ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ ചില ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതി. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം 14 ലേഖനങ്ങളാണ്. യാക്കോബ് 1 ലേഖനം എഴുതി. പത്രോസ് 2 ലേഖനം എഴുതി. യൂദ 1 ലേഖനം എഴുതി. എന്നാൽ എബ്രായ ലേഖനം എഴുതിയത് പൗലോസല്ല എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പല വേദപണ്ഡിതന്മാരും പൗലോസല്ല എഴുതിയതെന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിലുണ്ട് തെളിവുകൾ. ആ തെളിവുകൾ നാം സസൂക്ഷ്മമായി വീക്ഷിച്ചാൽ എബ്രായൻ എഴുതിയത് അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്നെയാണ്. തുടർമാനമായി നമുക്ക് തെളിയിക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ചില മുഖവരകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മുഖവര കൂടാതെ നമുക്കൊരിക്കലും ഏത് ഗ്രന്ഥമായാലും ബൈബിളിലെ ഏത് പുസ്തകമായാലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. നീണ്ട മുഖവരകൾ ഉണ്ടെങ്കിലും വളരെ ഹ്രസ്വമായ നിലകളിൽ ചില തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം പഠിക്കുന്ന പണ്ഡിതാവിന് വളരെ ആധികാരികമായിട്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ ശാസ്ത്രീയമായ ദൈവത്തിൻ്റെ വചനം വളരെ ആത്മാവിൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ ലേഖനത്തിൻ്റെയും തലക്കെട്ടിൽ ആരെഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് എബ്രായ ലേഖന തലക്കെട്ടില്ല, അത് ആരെഴുതിയെന്നില്ല, അത് ആരംഭിക്കുകയാണ്. പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങൾ പഠിച്ചാൽ അത് ആരെഴുതിയെന്ന് അതിൻ്റെ ആരംഭത്തിൽ കാണാൻ കഴിയും. എന്നാൽ എബ്രായ ലേഖനം അത് ആരെഴുതിയെന്ന് അതിൻ്റെ തലക്കെട്ടില്ലാത്തത് കൊണ്ട് അത് ആരെഴുതിയെന്നുള്ള ഒരു സംശയം പലപ്പോഴും വേദ പണ്ഡിതർക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ പൗലോസ് എഴുതിയെന്ന് വളരെ ആധികാരികമായി തെളിയിക്കുവാൻ കഴിയും. അപ്പോൾ എന്നാൽ എബ്രായ ലേഖനത്തിൽ ആ തലക്കെട്ടില്ല, അത് ആരെഴുതിയ തലക്കെട്ടില്ല. അപ്പം തലക്കെട്ടില്ലാത്തത് കൊണ്ട്
അതാരെഴുതിയെന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ ചില തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഇത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനമെന്ന് തെളിയിക്കുവാൻ കഴിയും. ഞാൻ ആ ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. എന്നാൽ എബ്രായ ലേഖനം പഴയ നിയമവുമായിട്ട് വളരെ അഭിഭേദ്യ ബന്ധമുള്ള ഒരു മകൾ ഗ്രന്ഥമാണ് ഈ എബ്രായ ലേഖനം. അത് ഏറ്റവും കൂടുതൽ പഴയവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം പഴയ നിയമത്തിൽ ഏകദേശം 90ഓളം ഉദ്ധരണികൾ അതേ നിലയിൽ ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ മറ്റിതര ഗ്രന്ഥങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങൾ, മറ്റ് പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഏകദേശം 90ഓളം ഉദ്ധരണികൾ അതേ നിലയിൽ ആ വാക്യങ്ങൾക്കൊരു കോട്ടവും കൂടാതെ അല്ലെങ്കിൽ വ്യത്യാസം കൂടാതെ അതേ നിലയിൽ എടുത്ത് ഈ ലേഖനത്തിൽ പൗലോസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമവുമായി വളരെ അഭിഭേദ്യ ബന്ധം ഉള്ള ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. കാരണം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പൊരുൾ നിഴൽ എന്ന ശാസ്ത്രശാഖയിലെ വിഷയം പഠിക്കുമ്പോൾ പൊരുൾ അത് നിഴലായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിൽ ആ നിഴലായി നിന്ന പ്രവചനങ്ങൾ അത് പൊരുളായി വെളിപ്പെട്ടത് എബ്രായ ലേഖനത്തിലാണ്. അപ്പോൾ പഴയ നിയമവുമായി വളരെ അഭിഭേദ്യ ബന്ധമുള്ള, വളരെ താരാത്മ്യമുള്ള ഒരു ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. ഉദാഹരണം, ഇതിനകത്ത് 11 അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികൾ നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ മുഴുവനും കാണുന്നത് പഴയ നിയമത്തിലെ ഭക്തന്മാരെ കുറിച്ചാണ്. അപ്പോൾ വളരെ അടുപ്പമുള്ള, വളരെ ഇഴുകിച്ചേർന്ന പൊരുൾ നിഴൽ ശാഖയിൽ വളരെ പ്രതിപാദിക്കപ്പെട്ട ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. അപ്പോൾ വളരെ ആഴമായി, വളരെ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട, ഈ അന്ത്യകാലഘട്ടങ്ങളിൽ പഠിക്കേണ്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഇത് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണെങ്കിലും പഴയ നിയമത്തിലെ സമാഗമന കൂടാരം, പഴയ നിയമത്തിലെ ഭക്തന്മാർ, മൽക്കിസദേക്ക്, യോശുവ, അതുപോലെ അനവധി ഭക്തന്മാരുമായി വളരെ അവരുടെ ചരിത്രം ഇതിനകത്തുണ്ട്. അപ്പോൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് നമുക്ക് തെളിയിക്കുവാനും കഴിയും. അപ്പോസ്തലനായ പൗലോസ് എഴുതിയതെന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ചില തെളിവുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്. ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകും. എന്നാൽ ഇതിൻ്റെ മുഖവരി എന്ന വണ്ണം ഈ പുസ്തകം ആര് രചിക്കപ്പെട്ടു, അതിൻ്റെ തെളിവുകൾ നമുക്ക് അത്യാവശ്യമാണ്. തെളിവുകളില്ലെങ്കിൽ നമുക്കൊരിക്കലും
ഒന്നും സ്ഥാപിക്കുവാൻ കഴിയില്ല. അത് ബൈബിൾ പഠനമായാലും മറ്റ് നിരവധി വിഷയങ്ങൾ നമ്മൾ പഠിച്ചാലും തെളിവുകളാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഇത് ആരെഴുതി എന്നുള്ള ചോദ്യത്തിന് പൗലോസ് എഴുതിയെന്ന് എനിക്ക് പറയാൻ കഴിയുമെങ്കിലും അതിൻ്റെ തെളിവുകൾ നമുക്ക് അത്യാവശ്യമാണ്. ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. നമുക്കറിയാം, പൗലോസ് എഴുതിയെന്ന് തെളിയിക്കുവാൻ ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. അതിനാധാരമായി 2 തെസ്സലോനിക്കരുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം വായിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആത്മീയ ആലോചന നമുക്ക് ലഭിക്കും. 2 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-18 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആ വാക്യത്തിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പൗലോസായ എൻ്റെ കയ്യാൽ, പൗലോസിൻ്റെ കയ്യാൽ വന്ദനം. എൻ്റെ പൗലോസ് പറയുകയാണ്, സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. അപ്പോൾ പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ എല്ലാം അകത്തൊരടയാളം താൻ നൽകുന്നുണ്ട്. ആ അടയാളം എന്താണ്? ആ അടയാളം ഇങ്ങനെ ഞാൻ എഴുതുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ കഴിയും? പൗലോസ് എഴുതിയ ലേഖനത്തിനെല്ലാം ഒരടയാളം താൻ ഇടുന്നുണ്ട്. ആ അടയാളം എന്താണ്? അടയാളം ഇതാണ്, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, താൻ എഴുതിയ ലേഖനത്തിനകത്തെല്ലാം ഒരടയാളമുണ്ട്. താൻ എഴുതിയെന്നുള്ള അടയാളം. ആ അടയാളം എന്നറിയാമോ? അടയാളം കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്നുള്ള ഒരടയാളം ഞാൻ ഇടുകയാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും? പൗലോസ് എഴുതിയെന്ന് അവകാശപ്പെടുന്ന എല്ലാ ലേഖനത്തിലും കൃപ എന്നൊരടയാളം, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്നൊരടയാളമിടുന്നു. അപ്പോൾ ഏതു ലേഖനം വായിച്ചാലും അതിൻ്റെ അകത്തെല്ലാം പൗലോസ് ഒരടയാളം, താൻ എഴുതിയെന്ന് തെളിവായി ഒരടയാളമിടുന്നു. അടയാളം എന്താണ്? കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നമുക്ക് മറ്റു ലേഖനങ്ങളിൽ അത് വായിക്കുമ്പോൾ നമുക്ക് അടയാളം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ചെറിയ അടയാളം കൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനത്തിൽ നിന്നും അതിൻ്റെ 16-ാം അധ്യായം, റോമാലേഖനം 16-ാം അധ്യായം 20-ാം വേദഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു:
സമാധാന ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അതാ പറയുന്നത്, ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. അടുത്ത ഭാഗത്ത് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ പ്രാരംഭത്തിൽ വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിലും തൻ്റെ അടയാളം ഇടുക. ഏത് അടയാളം ഇടുന്നത്? കൃപ. റോമാലേഖനത്തിലും താൻ ആ അടയാളം ഇടുകയാണ്, കൃപ എന്ന അടയാളം. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ചില വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം 23 വേദഭാഗത്ത് നമുക്ക് വീണ്ടും അത് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം 23 വാക്യം. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, കൃപ, യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ പൗലോസ് എഴുതിയ എല്ലാ ലേഖനത്തിലും ഒരടയാളം ഇടുന്നുണ്ട്. അടയാളം എന്താണ്? കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ പൗലോസ് എഴുതിയ എല്ലാ ലേഖനത്തിലും ഈ അടയാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിമത്യോസ് ലേഖനമായാലും തീത്തോസായാലും ഫിലോമോൻ്റെ ലേഖനമായാലും എല്ലാ ലേഖനവും പൗലോസ് എഴുതി നമുക്കറിയാം. എന്നാൽ സംശയമുള്ള, തെറ്റിദ്ധാരണയുള്ള എബ്രായ ലേഖനത്തിലും ഈ അടയാളമുണ്ട്. നമുക്ക് വേദഭാഗം വായിക്കാം. എബ്രായർ 13 അധ്യായം, എബ്രായർ 13 അധ്യായം അതിൻ്റെ 25 വേദഭാഗം. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എബ്രായ ലേഖനത്തിന് അവസാന അധ്യായമായ 13 അധ്യായത്തിന് അവസാന വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോൾ എന്തു മനസ്സിലായി? അപ്പോസ്തലനായ പൗലോസിനെയാണ് ഈ ലേഖനം എഴുതിയത്. അതിൻ്റെ തെളിവെന്താണ്? താൻ എഴുതിയെന്ന് അവകാശപ്പെടുന്ന എല്ലാ ലേഖനത്തിലും തൻ്റെ കയ്യാൽ ഒരടയാളമിടുന്നുണ്ട്. ആ അടയാളം ഉള്ള എല്ലാ ലേഖനവും അത് പൗലോസ് രചിക്കപ്പെട്ട ലേഖനമാണ്. സംശയമൊന്നും വേണ്ട. എന്താ കാരണം? തെളിവാണ് പറയുന്നത്.
പിന്നെ തെളിവുണ്ട്. പൗലൂസിൻ്റെ ഏറ്റവും അടുത്ത നിജപുത്രനായ, ആത്മസ്നേഹിതനായ, ആത്മമിത്രമായ, ക്രിസ്തുവിൽ ജനിപ്പിച്ച നിജപുത്രനായ, സഹോദരനെ സ്നേഹിക്കുന്ന തീമോത്തിയോസിനെ കുറിച്ച് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. അത് നമുക്ക് ബൈബിളിൽ എബ്രായലേഖനം 13 അധ്യായം 23 വേദഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും. അവിടെ പറയുന്നു, സഹോദരന്മാരെ, ഈ പ്രബോധനവാക്യം പുറത്തുകൊള്ളുവീൻ എന്നപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തീമോത്തിയോസ് തടവിൽ നിന്നും ഇറങ്ങി എന്നറിവീൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. പൗലൂസ് ഈ എബ്രായലേഖനത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? സഹോദരന്മാരെ, ഈ പ്രബോധനവാക്യം നിങ്ങൾ പുറത്തുകൊള്ളുവീൻ, ഞാൻ അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തീമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തീമോത്തിയോസ് തടവിലായിരുന്നു. ആ തടവിൽ നിന്നും താൻ ഇറങ്ങിയ കാര്യം പൗലൂസ് അറിയുമ്പോൾ പൗലൂസ് പറയുകയാണ്, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അവിടെ പറയുന്നത് എബ്രായ ക്രിസ്ത്യാനികളോട് പൗലൂസ് പറയുകയാണ്. അപ്പോൾ തീമോത്തിയോസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള അപ്പോസ്തലന്മാർ ഒരാളാണ് പൗലൂസ്. പൗലൂസാണ് തീമോത്തിയോസിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ബന്ധം മനസ്സിലാക്കുമ്പോൾ തീമോത്തിയോസിൻ്റെ കാര്യവും ഇവിടെ പറയുമ്പോൾ ഇത് പൗലൂസാണ് എബ്രായ ലേഖനം എഴുതിയെന്ന് നമുക്ക് തെളിയിക്കുവാൻ കഴിയും. മറ്റാരെക്കുറിച്ചോ ഒന്നും പൗലൂസ് ലേഖനത്തിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുഖവരം നമ്മൾ പഠിക്കുമ്പോൾ ഇത് പൗലൂസാണ് എഴുതിയെന്ന് എനിക്ക് വേദഭാഗത്തിൽ നിന്ന് തെളിയിക്കുവാൻ കഴിയും. ഈ തെളിവുകൾ നിലനിർത്തുമ്പോൾ വേറെ തെളിവുകൾ പലതുമുണ്ട്. ഈ ബൈബിളിനകത്ത് തന്നെയുള്ള ഈ ലേഖനത്തിലുള്ള തെളിവുകൾ നമ്മൾ നിലനിർത്തുമ്പോൾ ഇത് പൗലൂസ് അപ്പോസ്തലൻ തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയെന്ന് നമുക്ക് തെളിയിക്കുവാൻ കഴിയും. മറ്റെല്ലാ ലേഖനങ്ങളിലും താൻ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന അടയാളമിട്ടിട്ട് തനിക്ക് അവകാശപ്പെടാൻ കഴിയും. അത് താൻ തന്നെ രചിക്കപ്പെട്ട ലേഖനമാണെന്ന് പറയുവാൻ കഴിയും. മറ്റാർക്കും അവകാശം ലഭിക്കത്തില്ല. അത് അപ്പോസ്തലനായ പൗലൂസ് തന്നെയാണ് അതിൻ്റെ അവകാശമുള്ളത്. തന്നെ ആത്മാവ് ഈ പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിച്ചെങ്കിൽ അതിൻ്റെ പിൻപിൽ കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്, വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് നമുക്ക് ലേഖനത്തിൽ മുഴുവനായി കാണാൻ കഴിയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തെളിവ് ഒരു അടുത്ത തെളിവ്, 2 തെളിവ് ഞാൻ പറഞ്ഞു, അടുത്തൊരു തെളിവും കൂടെ ഉണ്ട്. ആ തെളിവ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ ഒരു വാക്യം പൗലൂസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വേദഭാഗം തെളിയിക്കുന്നത്. കാരണം ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ താൻ പറയുന്ന കാര്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് അതേ ഉദ്ധരണി, പ്രവചനം അതേ നിലയിൽ
പുതിയ നിയമത്തിലേക്ക് എടുത്തെഴുതിയിരിക്കുക. അത് മറ്റാരുമല്ല, പൗലൂസാണ്. പുതിയ നിയമത്തിൽ തൻ്റെ ലേഖനത്തിൽ മാത്രം 3 പ്രാവശ്യം ഹബക്കുക്കിൻ്റെ ആ പ്രവചനത്തിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ ആ വാക്യം അതിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ അതേ നിലയിൽ എടുത്ത് തൻ്റെ ഒരു ലേഖനത്തിലല്ല 3 ലേഖനത്തിലും താൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നറിയാമോ? പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം എടുത്തുദ്ധരിച്ചിരിക്കുന്നു. റോമാലേഖനം 1:17 നീതീകരണം, അതായത് നീതിമാൻ. ഗലാത്യർ 3:11 വിശ്വാസിയുടെ ജീവിതം എന്നത്. എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് വിശ്വാസം. എബ്രായർ 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ആ 3 ചോദ്യങ്ങൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ ജീവിക്കുന്നത് ആരാണ്? റോമർ 1:17 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ എന്തു ചെയ്യുന്നു? ഗലാത്യർ 3:11 വിശ്വാസത്താൽ ജീവിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ എന്തു ചെയ്യുന്നു? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. 3 നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. എവിടെയാണ്? 10:38 എബ്രായർ 10:38 പൗലോസ് പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എബ്രായർ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം: എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലത്ര. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ എങ്ങനെ ജീവിക്കും? റോമർ 1:17 പറയുന്നു, വിശ്വാസ ജീവിക്കുന്ന ആരാണ്? നീതിമാൻ. നീതിമാൻ എന്തു ചെയ്യുന്നു? ഗലാത്യർ 3:11 പറയുന്നു, വിശ്വാസത്താൽ ജീവിക്കുന്നു. എബ്രായത്തിൽ പൗലോസ് പറയുകയാണ്, എങ്ങനെ നീതിമാൻ ജീവിക്കുന്നു? വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പൗലോസാണ് ഈ ലേഖനവും എഴുതിയത് എന്ന് പറഞ്ഞാൽ, താൻ പഴയ നിയമത്തിലെ ആ പ്രവചന വേദഭാഗം തൻ്റെ ലേഖനത്തിൽ 3 ഭാഗത്തായി 3 നിലകളിൽ ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരണി എബ്രായനത്തിലുള്ളത് കൊണ്ട് ഇത് പൗലോസ് എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 3 തെളിവുകൾ നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചാൽ ഈ 3 തെളിവുകൾ മതി ഈ ലേഖനവും എബ്രായ ലേഖനവും അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയതെന്ന് തെളിയിക്കുവാൻ കഴിയും. അപ്പോൾ വേദപണ്ഡിതാവെന്ന നിലകളിൽ, ഒരു വേദവിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയതെന്ന്. അപ്പോൾ എൻ്റെ ശ്രോതാക്കൾ, ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇന്ന് മുഖവരകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ടതാണ്. ആരെഴുതിയാലും എപ്പോഴെഴുതിയാലും ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവശാസ്ത്രീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നാം വചനം കേൾക്കുമ്പോൾ ഈ വചനവും
ദൈവശാസ്ത്രീയമാണ്, ദൈവത്തിന് അരുളപ്പാടാണ്. അത് പ്രവാചകൻ പറഞ്ഞാലും അത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്താലും അതെല്ലാം ഒറ്റ ലക്ഷ്യമില്ല, ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അപ്പോൾ ഈ പുസ്തകത്തെ ഇത് 13 അധ്യായമുണ്ട്. ഈ 13 അധ്യായത്തെ 13 നിലകളിലാണ് തിരിച്ചിരിക്കുന്നത്. ഞാനത് ഓടിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും ചില കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് ഓരോ അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഈ എബ്രായ ലേഖനത്തെ 13 അധ്യായവും 13 നിലകളിലാണ് പൗലോസ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം ക്രിസ്തു പ്രവാചകന്മാരേക്കാൾ ശ്രേഷ്ഠൻ. 2-ാം അധ്യായം അവിടെ പറയുന്ന കാര്യം പ്രവാചകന്മാരും ക്രിസ്തുവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് 1-ാം അധ്യായത്തിൽ പൗലോസ് തെളിയിക്കുന്നത്. അതായത് പഴയ കാലഘട്ടങ്ങളിൽ സമാപന കൂടാരത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന ക്രിസ്ത്യാനികൾ യേശുവിലേക്ക് വന്നു, അത് മടങ്ങിപ്പോകുകയാണ്. അപ്പോൾ അവർ മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ്. ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്താണ്, ക്രിസ്തു ഭാവിയിൽ എന്തായിത്തീരും, ഇപ്പോൾ എന്താണ് എന്ന വിഷയം അവരെ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ആധികാരികമായിട്ട് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1-ാം അധ്യായം ക്രിസ്തു പ്രവാചകന്മാരേക്കാൾ ശ്രേഷ്ഠൻ. അവിടെ പറയുന്ന കാര്യം പ്രവാചകന്മാരും ക്രിസ്തുവും തമ്മിലുള്ള അഭിവേദ്യ ബന്ധം, ആ വ്യത്യാസം ഒക്കെയാണ് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ് 2-ാം അധ്യായം. അവിടെ പറയുന്ന കാര്യം, അതായത് 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗവും 2-ാം അധ്യായവും പറയുന്നത് ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു. 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായം ക്രിസ്തു യോശുവേക്കാൾ വലിയവൻ. 5-ാം അധ്യായം ക്രിസ്തു അഹരോനേക്കാൾ വലിയവൻ. 6-ാം അധ്യായം ക്രിസ്തു പഴയ ന്യായപ്രമാണത്തേക്കാൾ തത്വത്തേക്കാൾ വലിയവൻ. 7-ാം അധ്യായത്തിൽ മൽക്കിസദേക്കിനേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠൻ. 8-ാം അധ്യായത്തിൽ ക്രിസ്തു പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠൻ. 9-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൂടാരമായ സമാഗമന കൂടാരത്തേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠൻ. 10-ാം അധ്യായത്തിൽ യാഗങ്ങളേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠൻ. 11-ാം അധ്യായത്തിൽ ക്രിസ്തു പഴയ വിശ്വാസ വീരന്മാരേക്കാൾ ശ്രേഷ്ഠൻ. 12-ാം അധ്യായത്തിൽ ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. അവസാന അധ്യായമായ 13-ാം അധ്യായത്തിൽ യഹൂദ മതത്തേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠൻ. അപ്പോൾ ക്രിസ്തു ശ്രേഷ്ഠനാണ്. അവൻ സകല നാമത്തേക്കാൾ ഉയർന്ന നാമം, ഒരു വിശിഷ്ട നാമത്തിന് അവകാശി. ആ അവകാശം ലഭിച്ചതുകൊണ്ട് ക്രിസ്തു ആരാണ്? പ്രവാചകന്മാരേക്കാൾ, ദൂതന്മാരേക്കാൾ, പഴയ യാഗങ്ങളേക്കാൾ, കൂടാരങ്ങളേക്കാൾ, തത്വങ്ങളേക്കാൾ, യഹൂദമതത്തേക്കാൾ, ന്യായപ്രമാണത്തേക്കാൾ, മോശയേക്കാൾ, അഹരോനേക്കാൾ ക്രിസ്തു ആരാണ്? ശ്രേഷ്ഠനാണ്. ക്രിസ്തു എങ്ങനെ ശ്രേഷ്ഠനായി? ഒരവകാശിയാണവൻ. ഏതവകാശി? പുത്രൻ എന്ന അവകാശി. യേശു പുത്രനായിരുന്നു. പക്ഷേ അവൻ്റെ പുത്രത്വം തെളിഞ്ഞത്
കാൽവറിയിൽ അവൻ മരിച്ചു, അവനെ അടക്കം ചെയ്തു. അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ അധികാര പദവികൾ വലുതായി. കാരണം അവൻ ഒരു വിശിഷ്ട അവകാശിയായി. പുത്രൻ എന്ന അവകാശം, ആ അവകാശം ലഭിച്ചതുകൊണ്ട് അവനാരാണ്? ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠനായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ലേഖനത്തിലൂടെ ക്രിസ്തു എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠൻ, എല്ലാ നാമത്തേക്കാൾ ശ്രേഷ്ഠൻ, യാഗങ്ങളേക്കാൾ, സമാഗമന കൂടാരത്തേക്കാൾ, യാഗപീഠങ്ങളേക്കാൾ, അഹരോനേക്കാൾ എല്ലാം ശ്രേഷ്ഠനായി അവൻ ആരാണ്? പുത്രനാണ്. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം അവൻ ദൈവവുമാണ്. ദൈവപുത്രനാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രതിപാദിക്കാൻ വേണ്ടി, തെളിയിക്കുവാൻ വേണ്ടി ഓരോ പഴയ ഭക്തന്മാരെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരെക്കാളെല്ലാം ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? ശ്രേഷ്ഠനാണ്. അവൻ എങ്ങനെ ശ്രേഷ്ഠനായി മാറി? അവൻ മരണഭാഷം അഴിച്ച് അവൻ 3-ാം ദിനം കല്ലറകളെ ഭേദിച്ച് ഉയർത്തതുകൊണ്ട് അവൻ ഒരു അവകാശിയായി മാറി. സകല വാഴ്ചകൾക്കും, സകല അധികാരങ്ങൾക്കും, സകല കർത്തൃത്വങ്ങൾക്കും മീതെ അവൻ അധികാരിയായി മാറി. പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞ് ക്രൂശിത്തറച്ച് നടുവിൽ നീക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൻ്റെ മുകളിൽ അവൻ ജയം വരിച്ചു. പിശാചിൻ്റെ സകല ആയുധങ്ങളെയും കാൽ കീഴാക്കി എന്നേക്കും ജയാളിയായി നമുക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ മധ്യസ്ഥനായി അവൻ നിൽക്കുകയാണ്. അവനിപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോഴും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗത്തു നിന്നും മുഖവരയായി ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാണ്. ഈ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. 3 തെളിവുകൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ ഓരോ തെളിവുകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാധിക്കുവാൻ കൊള്ളാവുന്ന ഒരു ആളുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ അവൻ സകല മാനവും മഹത്വവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.